തമിഴ്നാട്ടിലെ പ്രശസ്തമായ ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഗർഭഗൃഹത്തിനാണ് ഏറെ പ്രാധാന്യം. എന്നാൽ ശ്രീവില്ലിപുത്തൂർ ക്ഷേത്രത്തിൽ അർത്ഥമണ്ഡപത്തിനും ഗർഭഗൃഹത്തിന് തുല്യമായ പ്രാധാന്യമുണ്ട്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. 12 ആഴ്വാർകളിലെ ഒരേ ഒരു സ്ത്രീ ആഴ്വാറാണ് ആണ്ടാൾ. വിഷ്ണുഭക്തനായ വിഷ്ണുചിത്തർ എന്ന പെരിയാഴ്വാറിന്റെ വളർത്തുമകളാണ് ആണ്ടാൾ. ആണ്ടാളിന്റെ ആദ്യനാമം കോത എന്നായിരുന്നു. മഹാവിഷ്ണുവിനോട് അത്യധികം ഭക്തിയുള്ള ആണ്ടാൾ ഒരിക്കൽ ഒരു പ്രാർത്ഥന നടത്തി. തനിക്ക് മഹാവിഷ്ണുവിനെ വിവാഹം ചെയ്യാൻ സാധിച്ചാൽ 100 പാത്രങ്ങളിൽ അകാരവടിസൽ എന്ന ഒരു പ്രത്യേക വിഭവം മധുരയിലെ കല്ലഴകർക്ക് സമർപ്പിക്കാം എന്നായിരുന്നു പ്രാർത്ഥന. എന്നാൽ കോതയ്ക്ക് ആ പ്രാർത്ഥന പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ആണ്ടാൾ യഥാർത്ഥത്തിൽ ലക്ഷ്മി ദേവിയുടെ തന്നെ മറ്റൊരവതാരമായിരുന്നു എന്നാണ് വിശ്വാസം. പിന്നീട് ആണ്ടാളിന്റെ ഈ പ്രാർത്ഥന ആണ്ടാളിന്റെ തന്നെ കൃതികളിലൂടെ മനസ്സിലാക്കിയ വൈഷ്ണവ ആചാര്യനായിരുന്ന രാമാനുജർ 100 പാത്രങ്ങളിൽ അകാരവടിസൽ തയ്യാറാക്കി കല്ലഴകറായിരിക്കുന്ന മഹാവിഷ്ണുവിന് സമർപ്പിച്ചു. അതിനുശേഷം രാമാനുജർ ശ്രീവില്ലിപുത്തൂരിലെത്തി. തന്റെ പ്രാർത്ഥന നിറവേറ്റിയ രാമാനുജരെ ആണ്ടാൾ ജ്യേഷ്ഠ സഹോദരനായി കരുതി. ആണ്ടാൾ സ്വയം ഗർഭഗൃഹത്തിൽ നിന്നും അർത്ഥമണ്ഡപത്തിലേക്ക് ഇറങ്ങി വന്ന് രാമാനുജരെ അണ്ണ എന്ന് സംബോധന ചെയ്തുകൊണ്ട് കാത്തുനിന്നതായും പറയുന്നു. ദേവി സ്വയം അർത്ഥമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിയതിനാൽ ക്ഷേത്രത്തിലെ അർത്ഥമണ്ഡപത്തിന് ഗർഭഗൃഹത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. അതിനാൽ ഗർഭഗൃഹത്തിൽ എങ്ങനെയാണോ ഭക്തർക്ക് പ്രവേശനമില്ലാത്തത്, അതുപോലെ അർത്ഥമണ്ഡപത്തിലും ഭക്തർക്ക് പ്രവേശനമില്ല.